+2 ഇംഗ്ലീഷ് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആൻസറിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പാസേജ് റീഡ് ചെയ്തിട്ട് അതിന്റെ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഈ പാസേജ് വന്നിട്ടുള്ളത് ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. അതിലുള്ള യു മസ്റ്റ് never set up any sort of contrariness or repression in the child's mind. Declare the parents. ഈ പാരന്റ്സ് അവരുടെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ വന്ന അധ്യാപകനോട് കൊടുക്കുന്ന ഉപദേശങ്ങളാണിത്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് യാതൊരു തരത്തിലുള്ള കൺട്രാറിനെസ്. കൺട്രാറിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുക, അപ്പോൾ നമ്മളത് മനഃപൂർവ്വം അത് നിഷേധിക്കുക. അപ്പൊ ആവശ്യപ്പെടുന്ന ആളുടെ മനസ്സിൽ എന്താണ്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. അതല്ലെങ്കിലോ റിപ്രഷൻ ഇൻ ദ ചൈൽഡ്സ് മൈൻഡ്. റിപ്രഷനും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് റിപ്രഷൻ. ഫൈൻഡ് ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് സപ്രസിംഗ് എ തോട്ട് ഓർ ഡിസയർ. കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ അടിച്ചമർത്തുക. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണ്, ഒരു വൈരാഗ്യ ബുദ്ധി, വിഷമം അതൊക്കെ ഉണ്ടാവും. അപ്പൊ രക്ഷിതാക്കൾ ഈ അധ്യാപകനോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കരുത്. ഡിക്ലയർ ദ പാരന്റ്സ് യു വിൽ ഡാമേജ് ഹിം ഫോർ ലൈഫ്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജീവിതകാലത്തേക്ക് മുഴുവനും തന്നെ നിങ്ങൾ അവനെ നശിപ്പിക്കുകയാണ്. ഇറ്റ് നോ ഡൗട്ട് requires a lot of discipline on our part, but it is worth it. അപ്പോൾ ഒരു സംശയവുമില്ല, കുട്ടികളെ വളർത്തുന്നതിൽ നമ്മളുടെ ഭാഗത്ത് ഒരുപാട് അച്ചടക്കം ആവശ്യമുണ്ട്, പക്ഷെ അതിന് ഗുണവുമുണ്ട്. They declared primarily, we shall be bringing up a healthy citizen. അങ്ങനെ നമ്മൾ ഒരു ആരോഗ്യമുള്ള പൗരനെയാണ് വാർത്തെടുക്കുന്നത്. ഇത്രയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം യു മസ്റ്റ് നോ, അതാ പാരഗ്രാഫ്, അതിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് സപ്രസിംഗ് എ തോട്ട് ഓർ എ ഡിസയർ. അപ്പോൾ ഒരു ആഗ്രഹത്തെ അടിച്ചമർത്തുന്ന ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം, അതിന് അനുയോജ്യമായ വാക്ക് ആ പാസേജിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്രഷൻ, ഇതാണ് അതിന്റെ ഉത്തരം. അത് ആ പാസേജിൽ നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് കാണാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം ഹു അക്കോർഡിംഗ് ടു ദ പാരന്റ്സ് നീഡ് ടു ബി ഡിസിപ്ലിൻഡ്. രക്ഷിതാക്കളുടെ അഭിപ്രായത്തിൽ ആരാണ് കൂടുതൽ അച്ചടക്കം പഠിപ്പിക്കേണ്ടത്? ആരെയാണ്, കുട്ടിയെയാണോ അതോ വലിയവരെയാണോ? അപ്പൊ നമുക്കതിന്റെ ഉത്തരം രക്ഷിതാക്കളുടെ അഭിപ്രായത്തിൽ ദ എൽഡേഴ്സ്, ടീച്ചേഴ്സ് ഓർ പാരന്റ്സ്, മുതിർന്നവർ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ, ഇവരൊക്കെയാണ് കൂടുതൽ അച്ചടക്കം ഉള്ളവരായി മാറേണ്ടത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡു യു സപ്പോർട്ട് ദ പാരന്റ്സ് വ്യൂ. ഡു യു സപ്പോർട്ട് ദ പാരന്റ്സ് വ്യൂ. രക്ഷിതാക്കളുടെ കാഴ്ചപ്പാടിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഗിവ് വൺ റീസൺ ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂ. അപ്പൊ നിങ്ങളുടെ മറുപടിയെ ന്യായീകരിക്കാനുള്ള കാരണം കൂടി നിങ്ങൾ പറയണം. അപ്പോൾ നോ, ഐ ഡോണ്ട് സപ്പോർട്ട് ദ പാരന്റ്സ് വ്യൂ. എനിക്ക് ഇത് നിങ്ങളുടെ വ്യൂ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എനിക്ക് ഈ രക്ഷിതാക്കളുടെ കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഓവർ പാരന്റിങ് മേ സ്പോയിൽ എ ചൈൽഡ്. അമിതമായ ലാളന ഒരു കുട്ടിയെ നശിപ്പിക്കും. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ ഡിഡ് ദ പാരന്റ്സ് സേ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ അങ്ങനെ പറയുന്നത്, അതിന് അതിന്റേതായ മൂല്യമുണ്ട് എന്ന് പറയുന്നത്? ദ പാരന്റ്സ് തോട്ട് ദാറ്റ് ഇഫ് ദേ മേഡ് റിപ്രഷൻസ് ദേ വുഡ് ഡാമേജ് ദ ബോയ്. കുട്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ അത് ആ കുട്ടിയെ നശിപ്പിക്കുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടിയുടെ എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നോ പറയാൻ പാടില്ല. രക്ഷിതാക്കളുടെ വ്യൂ അതാണ്. സോ ഇറ്റ് വിൽ നീഡ് എ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ ഓൺ ദ പാർട്ട് ഓഫ് പാരന്റ്സ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അച്ചടക്കം ആവശ്യമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. പക്ഷെ അങ്ങനെ ചെയ്താൽ
ആരോഗ്യമുള്ള ഒരു പൗരനെ ആയിരിക്കും വാർത്തെടുക്കുക. അതുകൊണ്ട് അങ്ങനെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഒരുപാട് അച്ചടക്കം കാണിച്ചാൽ അതിന് ഗുണമുണ്ട് എന്നാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ അഭിപ്രായം. അടുത്തത് റീറൈറ്റ് ആസ് ഡയറക്റ്റഡ്, ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഇപ്പൊ ഫാർമർ സ്റ്റോപ്പ് ദാറ്റ് മാൻ, അത് കേട്ട കോൺസ്റ്റബിൾ പറയാണ് ഹി ബ്രോട്ട് ദ പാർസൽ. ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് അറിയാലോ? ഇത് ആ ഓൺ ക്രിസ്മസ് ഈവ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലേതാണ്. ദ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേതാണ്. അപ്പൊ അതില് ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. എഴുതിയത് നോക്കിയോക്കൂ. ദ ഫാർമർ വാണ്ടഡ് ദ കോൺസ്റ്റബിൾ ടു സ്റ്റോപ്പ് ദാറ്റ് മാൻ ഹു ഹാഡ് ബ്രോട്ട് ദ പാർസൽ. ഇവിടെ ബ്രോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഹാഡ് കൂടെ ചേർക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റുക. ഹാഡ് ബ്രോട്ട് ദ പാർസൽ. ഒന്നുകൂടി നോക്കൂ. ദ ഫാർമർ വാണ്ടഡ് ദ കോൺസ്റ്റബിൾ, അത് അങ്ങനെയാണ് എഴുതേണ്ടത്. ദ ഫാർമർ വാണ്ടഡ് ദ കോൺസ്റ്റബിൾ ടു സ്റ്റോപ്പ് ദാറ്റ് മാൻ ഹു ഹാഡ് ബ്രോട്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഗ്രാമറിൽ മാറ്റം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ബ്രോട്ട് എന്നുള്ള പാസ്റ്റ് ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റിയപ്പോൾ ഹാഡ് ബ്രോട്ട് എന്ന് വന്നു. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം വങ്കാരി മാതായി mobilized the citizens to challenge the widespread abuse of power. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. വങ്കാരി മാതായി mobilized the citizens to challenge widespread abuse of power. mobilized എന്നുള്ള പാസ്റ്റ് ടെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? had mobilized എന്ന് മാറ്റി എഴുതണം, അല്ലെങ്കിൽ were mobilized എന്നാക്കി മാറ്റണം. അത്ര മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നോക്കിക്കോ. ദ സിറ്റിസൺസ് were mobilized by വങ്കാരി മാതായി. ദ സിറ്റിസൺസ് were mobilized by വങ്കാരി മാതായി. എന്തിന്? ടു ചാലഞ്ച് ദ വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. ദ സിറ്റിസൺസ് ഹാഡ് mobilized by വങ്കാരി മാതായി. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി ടെക്സ്റ്റിന് പുറത്തുനിന്നുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ട്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. 4 ചോദ്യങ്ങൾ ഉണ്ടാവും, ഓരോ മാർക്കിന്റെ. ആദ്യം പാസേജ് വായിക്കുക. സോയിൽ ഇറോഷൻ ഇൻ അമേരിക്കാസ് ഫാം ലാൻഡ്. അമേരിക്കയുടെ കൃഷിയിടങ്ങളിലുള്ള മണ്ണൊലിപ്പ്. ബൈ വിൻഡ് ആൻഡ് വാട്ടർ. കാറ്റിനാലും ജലത്തിനാലും അമേരിക്കൻ കൃഷിയിടങ്ങളിലുണ്ടായ മണ്ണൊലിപ്പ് ഹാസ് ബീൻ എ പ്രോബ്ലം, വലിയൊരു പ്രോബ്ലമായി since the settlers first put the prairies and grasslands under the plow. under the plow എന്ന് പറഞ്ഞാൽ ഫാമിംഗ് ആണ്. അപ്പോൾ ഈ സെറ്റിലേഴ്സ് അമേരിക്കയിൽ വന്ന് താമസമാക്കിയിരുന്ന ആളുകള് കൃഷി ആരംഭിച്ച മുതൽ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ഈ കാറ്റിനാലും അതുപോലെ മഴയാലും ഉള്ള, ജലത്തിനാലും കാറ്റിനാലുമുള്ള സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് ആദ്യകാലം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. By the 1930s, 1930കളായപ്പോഴേക്കും more than 282 million acres of farmland were damaged. 1930കളായപ്പോഴേക്കും ഏകദേശം 282 മില്യൺ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു ബൈ ഇറോഷൻ, ഈ ഇറോഷൻ കാരണം. In spite of years of conservation efforts, വർഷങ്ങളോളം നീണ്ടുനിന്ന സംരക്ഷണ പദ്ധതികൾക്കും ഉപരിയായി soil erosion has accelerated due to new demands placed on the land by heavy crop production. ഈ സോയിൽ ഇറോഷൻ വർദ്ധിച്ചു വരികയാണുണ്ടായത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് ധാരാളം ഉൽപാദനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കൃഷിയിടങ്ങൾ ആവശ്യമായി വന്നപ്പോൾ ഈ ഇറോഷൻ കൂടുതൽ അധികമായി വന്നു. ഇനി ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7.
ഇൻ അമേരിക്കയിൽ സോയിൽ ഇറോഷൻ ഈസ് കോസ്ഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. അമേരിക്കയിൽ സോയിൽ ഇറോഷൻ ഉണ്ടായത് എന്തൊക്കെ കാരണങ്ങളാലാണ്? വിൻഡ് ആൻഡ് വാട്ടർ. അപ്പൊ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വിൻഡ് ആൻഡ് വാട്ടർ ആയിരുന്നു എഴുതി കൊടുക്കേണ്ടത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പാസേജ് നിങ്ങൾക്ക് വരില്ല. എങ്കിലും എങ്ങനെയാണ് പാസേജ് റീഡ് ചെയ്ത് അതിന്റെ ആൻസർ എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് മാത്രമാണ് ഈ ഒരു ടെസ്റ്റിലൂടെ കുട്ടികളുടെ ഇംഗ്ലീഷ് നോളജ് വായിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള കുട്ടികളുടെ കഴിവാണ് ചെക്ക് ചെയ്യുന്നത്. നിർബന്ധമായും ഇംഗ്ലീഷ് കേട്ടും വായിച്ചും ഇംഗ്ലീഷുമായി നല്ല ചങ്ങാത്തം ഉണ്ടാക്കിയേ തീരൂ. അപ്പോ ഇനി 8ാമത്തെ ചോദ്യം. ഡാമേജസ് കോസ്ഡ് ബൈ ഇറോഷൻ ബൈ 1930s were. എന്തായിരുന്നു 1930കളിൽ ഈ ഇറോഷൻ ഉണ്ടാക്കിയ ഡാമേജ്? 282 മില്യൺ ഏക്കേഴ്സ് ഓഫ് ഫാം ലാൻഡ് എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു, ഡാമേജ് ചെയ്തു അല്ലെ. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ എക്സ്പ്രഷൻ വിച്ച് ഡിസ്ക്രൈബ്സ് ഫാമിംഗ്. ഫാമിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ് അണ്ടർ ദ പ്ലോ. അതിന്റെ അർത്ഥം ഫാമിംഗ് എന്നാണ്. വേറെ 10ാമത്തെ ചോദ്യം കൂടി ഉണ്ടല്ലോ. വാട്ട് ഹാസ് ആക്സിലറേറ്റഡ് സോയിൽ ഇറോഷൻ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഓഫ് കൺസർവേഷൻ എഫേർട്സ്. വർഷങ്ങൾ നീണ്ടുനിന്ന സംരക്ഷണ പ്രക്രിയകൾക്കും അപ്പുറം പിന്നെയും സോയിൽ ഇറോഷൻ വർദ്ധിക്കാൻ എന്താണ് കാരണം? ഉത്തരം ന്യൂ ഡിമാൻഡ്സ് പ്ലേസ്ഡ് ഓൺ ദ ലാൻഡ് ബൈ ദ ഹെവി ക്രോപ്പ് പ്രൊഡക്ഷൻ. ഹെവി ധാരാളമായ ഉൽപാദന പ്രക്രിയ എന്തുണ്ടാക്കി? ന്യൂ ഡിമാൻഡ്സ് പ്ലേസ്ഡ് ഓൺ ദ ലാൻഡ്. ലാൻഡിന് കൂടുതൽ ആവശ്യങ്ങൾ വന്നു. അത് എന്തുണ്ടാക്കി? സോയിൽ ഇറോഷനെ വീണ്ടും വർദ്ധിപ്പിച്ചു. അടുത്ത നോക്കുക. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. 2 മാർക്കാണ്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യണം. ഇൻ ദ പോം റൈസ്, ചെമ്മനം ചാക്കോ പോയിന്റ്സ് ഹൗ റബ്ബർ ട്രീസ് ഹാവ് ടേക്കൺ ദ പ്ലേസ് ഓഫ് പാഡി. റൈസ് എന്ന കവിതയിലൂടെ ചെമ്മനം ചാക്കോ ചിത്രീകരിച്ചത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് റബ്ബർ മരങ്ങള് ഹാവ് ടേക്കൺ എടുത്തത് ദ പ്ലേസ് ഓഫ് പാഡി. നെൽച്ചെടികളുടെ സ്ഥാനം എങ്ങനെയാണ് റബ്ബർ മരങ്ങൾ എടുത്തത് എന്ന് ചെമ്മനം ചാക്കോ റൈസ് എന്ന കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഹൗ ഈസ് ദ ചേഞ്ച് റിഫ്ലക്റ്റഡ്. എങ്ങനെയാണ് ആ മാറ്റം പ്രതിഫലിച്ചത്? ഇവിടെ ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫാർമർ. ആ ഫാർമറിന്റെ കൃഷിക്കാരന്റെ സമീപനത്തിൽ എങ്ങനെയാണ് അത് മാറ്റം വരുത്തിയത്? ഇൻ ദ പോം. ഈ കവിതയിലുള്ള കർഷകൻ ആരായിരുന്നു? ഈ കവിയുടെ പിതാവാണ്. അപ്പൊ ഈ കവിയുടെ പിതാവായ കർഷകനിൽ ഈ നെൽച്ചെടികൾക്ക് പകരം റബ്ബർ മരങ്ങളുടെ കൃഷി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇദ്ദേഹത്തിന്റെ സമീപനത്തിൽ വരുത്തിയത്? അതിന്റെ ആൻസർ ആണ് ദ ഫാർമർ ഇൻ ദ പോം സെയ്സ് ദാറ്റ്. കവിതയിലുള്ള ഫാർമർ പറയുന്നത് ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. ലാഭത്തിനു വേണ്ടി റൈസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽകൃഷിയിൽ ഏർപ്പെടുന്നത് വെറും വിഡ്ഢികൾ മാത്രമാണ് എന്നാണ് ഈ ഫാർമർ പറയുന്നത്. പിന്നെയോ ദ ഫാർമേഴ്സ് ബിക്കം ലേസി. ഫാമേഴ്സ് ഒക്കെ എന്താണ്? മടിയന്മാരായി കഴിഞ്ഞു. ദേ ആർ നൗ ഡിപ്പെൻഡിങ് ദ സെന്റർ ഫോർ റേഷൻ. എല്ലാവരും റേഷന് വേണ്ടിയിട്ട് കേന്ദ്രത്തെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഈ കവിതയിലെ റൈസ് എന്ന പോമിലെ കർഷകന്റെ സമീപനത്തിൽ വന്ന മാറ്റം. അടുത്ത ചോദ്യം നോക്കുക. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ തന്ന പാസേജ് വായിച്ചതിനു ശേഷം പിക്ക് ഔട്ട് 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുക്കണം. നോക്കിയോക്കൂ. ദ ഹൊറിഗള്ളു ഇൻ അവർ വില്ലേജ് hold special memories for me, as it is inextricably linked with my grandfather.
എന്റെ ഗ്രാമത്തിലുള്ള ഹൊറിഗള്ളു ഹോൾസ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ. മെമ്മറീസ് അതിനെന്താക്കി സ്പെഷ്യൽ. എങ്ങനെയുള്ള മെമ്മറികളാണ്? അതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. സ്പെഷ്യൽ മെമ്മറീസ് ആസ് ഇറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ്. ലിങ്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്? ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് പാരന്റ്സ്. അപ്പൊ ഇതിലുള്ള രണ്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് സ്പെഷ്യൽ മെമ്മറീസ് അതുപോലെ ഇൻഎക്സ്ട്രിക്കബിളി. ഇതാണ് ആ രണ്ട് വേർഡുകൾ, രണ്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടത്. അതാണ് ഇൻഎക്സ്ട്രിക്കബിളി. അപ്പൊ അതിന്റെ ഉത്തരം ഒന്നുകൂടി എഴുതിയതാണ്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ മെമ്മറീസ് അതുപോലെ ഇൻഎക്സ്ട്രിക്കബിളി. ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറഞ്ഞാൽ എന്താണ്? വേർപെടുത്താനാവാത്ത വിധം ബന്ധിപ്പിച്ചത്. അതാണ് ഇൻഎക്സ്ട്രിക്കബിളിയുടെ മീനിങ്. ഇനി 13ാമത്തെ ചോദ്യമാണ്. ഇർഫാൻ ആലം visited your school and invited suggestions from you to modify school cycle rickshaws. ഇർഫാൻ ആലം നിങ്ങളുടെ സ്കൂള് സന്ദർശിക്കുകയും ഇൻവൈറ്റഡ് ക്ഷണിച്ചു, സജഷൻസ് നിർദ്ദേശങ്ങൾ, ഫ്രം യു നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സ്കൂള് സന്ദർശിച്ച് നിങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. എന്തിനു വേണ്ടി? ടു മോഡിഫൈ സൈക്കിൾ റിക്ഷോസ്. അദ്ദേഹത്തിന്റെ സൈക്കിൾ റിക്ഷോകളെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട്, പുതുതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങളടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. അങ്ങനെയാണെങ്കിൽ ഡ്രാഫ്റ്റ് 2 സജഷൻസ് വിച്ച് യു തിങ്ക് വുഡ് ഇംപ്രൂവ് സൈക്കിൾ റിക്ഷോസ്. സൈക്കിൾ റിക്ഷോകളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള 2 നിർദ്ദേശങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന 2 നിർദ്ദേശങ്ങൾ എഴുതുക. അതിന്റെ ഉത്തരം ഫസ്റ്റ് വൺ, സോളാർ പവേർഡ് റിക്ഷാസ് വുഡ് സേവ് ഫ്യൂവൽ. അപ്പോൾ ഇപ്പൊ റിക്ഷ എന്ന് പറഞ്ഞാൽ ആളുകൾ കാലുകൊണ്ട് ചവിട്ടി വലിക്കുകയാണ്. അതിന് പകരം സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ള റിക്ഷകൾ എന്താണ്, ഒരുപാട് ഇന്ധനം ലാഭിക്കാൻ കഴിയും മനുഷ്യരുടേതായാലും. അടുത്തത് വേറൊരു സജഷൻ, introduction of lightweight fiber rickshaws can also be considered. ഈ ലൈറ്റ് വെയ്റ്റ് ഫൈബർ റിക്ഷാസ് ആകുമ്പോൾ ആളുകൾ ചവിട്ടി വലിക്കുന്ന വണ്ടിക്ക് കുറച്ച് കനം കമ്മിയുണ്ടെങ്കിൽ അത് അവർക്ക് കൂടുതൽ നന്നാവും. അപ്പൊ അങ്ങനെയുള്ള 2 നിർദ്ദേശങ്ങളാണ് നമ്മൾ അവിടെ വെച്ചു കൊടുക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? സോളാർ പവേർഡ് റിക്ഷാസ് വുഡ് സേവ് ഫ്യൂവൽ. ഇൻട്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് വെയ്റ്റ് ഫൈബർ റിക്ഷാസ് can also be considered. അടുത്തത് നോക്കൂ, ക്വസ്റ്റ്യൻ 14 to 17. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. 3 മാർക്കാണ്. അപ്പൊ ഇവിടെ എല്ലാ ചോദ്യങ്ങളും എഴുതണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത, ഇതില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഒരു ചാപ്റ്റർ പോലും ഒഴിവാക്കിയിട്ടില്ല. മുഴുവൻ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം മുതൽ ദ ലൈറ്റർ സൈഡ് വരെ 5 യൂണിറ്റുകളിലായി നിങ്ങൾക്ക് ഏകദേശം 16ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, കംപ്ലീറ്റ് ദ പാസേജ് ബിലോ വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഈ താഴെ ഒരു പാസേജ് ഉണ്ട്. അത് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫോർ, എക്രോസ്, ബൈ, വിത്ത്, അലോങ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യണം. എനിബഡി ഹു ഹാസ് നോൺ മീ, ഇത് റോബർട്ട് ബാൾഡ്വിനിന്റെ ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ബാൾഡ്വിൻ പറയാണ്, എനിബഡി ഹു ഹാസ് നോൺ മീ, ആരായാലും എന്നെ അറിയുന്നവർ, ഡാഷ് 35 years. അപ്പൊ ഇവിടെ കൃത്യം വർഷം തരുമ്പോൾ നമ്മൾ എപ്പോഴും 4 ആണ് ഉപയോഗിക്കേണ്ടത്. എനിബഡി ഹു ഹാസ് നോൺ മീ for 35 years doesn't expect me to haggle with my conscience. If it had been anybody else, I would have struck him across the face. അങ്ങനെ ആണ് കംപ്ലീറ്റ് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഉത്തരം A for B with C across അങ്ങനെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ പോകുന്നത് 15ാമത്തെ ചോദ്യത്തിലേക്കാണ്. ചോദ്യം വായിക്കാം.
Frederick Ogden Nash narrates its experience with a dentist. ലാസ്റ്റ് ഒരു പോം ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. ലാസ്റ്റ് പോം ഏതായിരുന്നു? ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അതിന്റെ ഒരു തമാശ നിറഞ്ഞ ഒരു പോമാണ്. ഒരാള് ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോയി അയാളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് അനുഭവപ്പെട്ട വികാരങ്ങളെ അല്ലെങ്കിൽ തന്റെ ഫീലിങ്ങുകളെയൊക്കെ ഒരു സരസമായ രീതിയിൽ തമാശ നിറഞ്ഞ രൂപത്തിൽ ഒരു കവിതയായി അവതരിപ്പിച്ചതാണത്. അപ്പോൾ ഫ്രെഡറിക് ഓഗ്ഡൻ നാഷ് narrates his experience with a dentist, exaggerate and narrates humorously an experience you had in your personal life with a doctor or in a clinic. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം അനുഭവങ്ങൾ. അത് നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടേതായ വാക്കുകളിൽ വിവരിക്കുക. ഇപ്പോൾ എക്സാമിന് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓഗ്ഡൻ നാഷിന്റെ അനുഭവങ്ങളായിട്ടാണ്. അതെന്ത് ചെയ്യുക, നമ്മുടെ അനുഭവങ്ങളായിട്ട് എഴുതി കൊടുക്കുക. വൺസ് ഐ വെന്റ് ടു എ ഡെന്റിസ്റ്റ് ടു ഡു എ റൂട്ട് കനാൽ തെറാപ്പി. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് ഒരു റൂട്ട് കനാൽ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് എന്തുണ്ടായി? ബട്ട് ഐ തോട്ട് മൈ ടൂത്ത് ഈസ് ഡിമോളിഷ്ഡ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്റെ പല്ലുകളെ കൂടി ഇടിച്ച് തകർക്കപ്പെടുകയാണ് എന്ന്. ദി ഡോക്ടർ ഈസ് ഡൂയിങ് ഓൾ ദീസ് വിത്ത് എ മിറർ. ഡോക്ടർ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു മിറർ കൊണ്ടാണ്. ഹൗ ക്യാൻ വി ബി ഷുവർ ഹി വോണ്ട് മേക്ക് എ മിസ്റ്റേക്ക്? അദ്ദേഹം ഒരു തെറ്റ് വരുത്തില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ദ റിയൽ ഷോക്ക് കെയിം ടു മീ. യഥാർത്ഥ ഷോക്ക് എനിക്ക് വന്നത് വെൻ ദ ഡോക്ടർ ടോൾഡ് മീ ഐ ഷുഡ് ഗോ ബാക്ക് ടു ഹിം ബിഫോർ ദ എൻഡ് ഓഫ് 3 months. 3 മാസത്തിലൊരിക്കൽ ഞാൻ വീണ്ടും അയാളുടെ അടുത്തേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. ആഫ്റ്റർ ഫിനിഷിംഗ് ഓൾ, അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി? ദ ഡെന്റിസ്റ്റ്, ആ ഡെന്റിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ചെയ്ത പണി, പോളിഷ്ഡ് മൈ മൗത്ത് ആസ് ഇഫ് ഹി ഈസ് പോളിഷിംഗ് എ ഹൗസസ് റൂഫ്. ഒരു കുതിരയുടെ കുളമ്പ് പോളിഷ് ചെയ്യുന്നത് പോലെ അദ്ദേഹം എന്റെ മൗത്തിനെ ആകെ പോളിഷ് ചെയ്തു. അടുത്ത ചോദ്യം നോക്കിയാലോ. 16. ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ ഇന്റർവ്യൂ വിത്ത് ഇർഫാൻ ആലം ഹാസ് എ ഫ്യൂ എറേഴ്സ്. അപ്പൊ ഇർഫാൻ ആലത്തിന്റെ പാഠത്തിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഇതിൽ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്, അപ്പൊ അത് എഡിറ്റ് ചെയ്യണം. ഐഡന്റിഫൈ ദം ആൻഡ് എഡിറ്റ് അപ്രോപ്രിയേറ്റ്ലി. വെൻ എ റിക്ഷ പുള്ളർ അപ്രോച്ച് സമ്മാൻ. വെൻ എ റിക്ഷ പുള്ളറാണ്, ഒരു റിക്ഷ പുള്ളറാണ്. അപ്പൊ അപ്രോച്ച് എന്നുള്ളത് എന്തായി മാറണം എന്നറിയോ? അപ്രോച്ചസ്. ഇവിടെ ഒരു ES ചേർത്ത് കൊടുക്കണം നമ്മൾ. അതാണ് ഒന്നാമത്തെ എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്ട് വെർബ് കോൺകോഡ് എന്നാണ് പറയാ. സബ്ജക്ട് ഏകവചനമാകുമ്പോൾ, സിംഗുലർ നൗൺ ആവുമ്പോൾ വെർബ് ആൾസോ ഷുഡ് ബി സിംഗുലർ. അതുകൊണ്ട് ഇവിടെ വെർബ് പ്ലൂറൽ ആണ്. അത് സിംഗുലർ ആക്കാൻ ഒരു ES ചേർത്ത് കൊടുത്താൽ മതി. When a rickshaw puller approaches someone, we first go into a verification process. അപ്പോൾ into എന്നുള്ളടത്ത് go through എഴുതി കൊടുത്താൽ മതി. The operator is then giving training, then given training on basic etiquette and traffic rules. അപ്പൊ ഇത്രയുമാണ് എഡിറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടത്. 3 മാർക്ക് 3 എഡിറ്റിംഗ്. അപ്രോച്ച്, അപ്രോച്ചസ്. ഇൻടു എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ 2 ആക്കാം. ഈ ഇൻ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 കൊടുക്കുക, അല്ലെങ്കിൽ ത്രൂ. ഗിവിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഗിവൺ പാർട്ടിസിപ്പിൾ ഫോം കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, ബ്രിങ് ഔട്ട് ദ ഐഡിയ കൺവൈഡ് ഇൻ ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം മെൻഡിങ് വാൾ. അടുത്തത് മെൻഡിങ് വാളിൽ നിന്നാണ്. ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ വാട്ട് ഐ വാസ് വാളിംഗ് ഇൻ ഓർ വാളിംഗ് ഔട്ട്. ഇതിലുള്ള അടങ്ങിയ ആശയം, ഞാനൊരു മതിൽ ഉണ്ടാക്കുന്നതിന് മുൻപ് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു, ഈ മതിൽ കെട്ടി അകത്താക്കുന്നത് ഞാൻ എന്തിനെയാണ്, അല്ലെങ്കിൽ മതിൽ കെട്ടി പുറത്താക്കുന്നത് ഞാൻ എന്തിനെയാണ്. ഈ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോമിലെ ഈ വരികളിൽ അടങ്ങിയ ആശയം നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം. ദ പോയിറ്റ് ട്രൈസ് ടു കൺവേ ദാറ്റ്. പോയിറ്റ് നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്
ദ വാൾസ് ആർ അൺഇമ്പോർട്ടന്റ്. ഒരിക്കലും മതിലുകൾ എപ്പോഴും അപ്രധാനമുള്ളവയാണ്. മതിലുകളുടെ ആവശ്യമില്ല. ബിക്കോസ് ദർ ഈസ് നത്തിങ് ടു വാൾ ഇൻ ഓർ വാൾ ഔട്ട്. പ്രത്യേകിച്ച് ഒന്നും തന്നെ മതിൽ കെട്ടി അകത്താക്കാനോ മതിൽ കെട്ടി പുറത്താക്കാനോ ഇല്ല. കാരണം എന്താണ്? ആസ് എന്നൊരു കാരണം കൂടി കവി പറയുന്നുണ്ട്. ആ കാരണം ആസ് ദ പൈൻ ആൻഡ് ആപ്പിൾ ട്രീസ് വിൽ നോട്ട് ക്രോസ് ഈച്ച് അതർ. പോയറ്റിന്റെ അടുത്ത് പൈൻ ട്രീസ് ആണെങ്കിൽ നൈബർ അടുത്ത് ആപ്പിൾ ട്രീസ് ആണ്. പൈൻ മരങ്ങൾ ഒരിക്കലും അപ്പുറത്തെ ഈ പൊളിഞ്ഞ മതിലിലൂടെ കടന്ന് ആപ്പിൾ കഴിക്കില്ല. അതുപോലെ ആപ്പിൾ മരങ്ങൾ പുറത്തേക്ക് നടന്നു വന്ന് പൈനും മോഷ്ടിക്കില്ല. അപ്പൊ പ്രത്യേകിച്ചൊന്നും തന്നെ മതിൽ കെട്ടി ഉള്ളിലാക്കാനോ മതിൽ കെട്ടി പുറത്താക്കാനോ ഇല്ലാത്തത് കൊണ്ട് വാൾസ് ആർ അൺഇമ്പോർട്ടന്റ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഹി ഫീൽസ് ദാറ്റ്, അദ്ദേഹത്തിന് തോന്നുന്നത്, ദ പ്രോസസ് ഓഫ് മെൻഡിങ് വാൾ ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. മതിൽ നന്നാക്കുന്ന ഈ പണി ഒരു ടൈം വേസ്റ്റ് ചെയ്യുന്ന ജോലിയായിട്ടാണ് കവിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും 3 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. 4 മാർക്കാണ്. എ സൈലന്റ് ലിസണർ ക്യാൻ ബിക്കം എ സൂത്തിങ് ഫ്രണ്ട്. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ അനക്ഡോട്ട് ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരെ കേൾക്കുവാൻ നാം തയ്യാറല്ലാത്തത് ആണ്. അല്ലെങ്കിൽ നമ്മളെ കേൾക്കുവാൻ മറ്റൊരാൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ ലോകത്തുള്ള അധിക പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ വിഷമങ്ങളെ കേൾക്കുന്ന ചുമടു താങ്ങികൾ അല്ലെങ്കിൽ ഹൊറിഗല്ലുകളായി മാറണം. അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ കഥയുടെ സന്ദേശം. ഹൊറിഗല്ലു. അപ്പോൾ ഇതിന്റെ ആൻസർ ഇൻ ദ സ്റ്റോറി ഹൊറിഗല്ലു, the grandfather and Rechna did a great social service. ഹൊറിഗല്ലു എന്ന കഥയിലെ മുത്തശ്ശനും അതുപോലെ സുധാമൂർത്തിയുടെ കൂട്ടുകാരിയായ രത്നയും ചെയ്തത് ഒരു വലിയ സാമൂഹ്യ സേവനമാണ്. ബോത്ത് ഓഫ് ദം ലിസൺഡ് ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. രണ്ടുപേരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടു. വെരി പേഷ്യന്റ്ലി, അതായിരുന്നു പ്രത്യേകത. വളരെ ക്ഷമയോടെ, പ്രത്യേകിച്ച് ഒരു കമന്റും തിരിച്ചു പറയാതെ അവർ നല്ല കേൾവിക്കാരായിരുന്നു. ദ പീപ്പിൾ വർ ഹൈലി റിലീവ്ഡ് ഓഫ് ദെയർ വറീസ് ആൻഡ് ടെൻഷൻസ്. അത് കാരണം ഈ ജനങ്ങളൊക്കെ അവരുടെ വിഷമങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നൊക്കെ ഒരുപാട് മോചനം കിട്ടിയിരുന്നു. ദ വില്ലേജേഴ്സ് ഷെയർഡ് ദെയർ തോട്ട്സ് ആൻഡ് വറീസ്. വില്ലേജിലുള്ള ആളുകൾ, ഗ്രാമവാസികൾ അവരുടെ ചിന്തകളെയും അതുപോലെ വിഷമങ്ങളെയും ഒക്കെ പങ്കിട്ടു. ആരുമായി? വിത്ത് ഗ്രാൻഡ് ഫാദർ. ദ വില്ലേജേഴ്സ് ഷെയർ ദെയർ തോട്ട്സ് ആൻഡ് വറീസ് വിത്ത് ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശനുമായി അവരെന്ത് ചെയ്തു? അവരുടെ വിഷമങ്ങളെയെല്ലാം പങ്കിട്ടു. രത്ന ആൾസോ ലിസൺഡ് ടു ദ പ്രോബ്ലംസ് ഓഫ് ഹർ കൊളീഗ്സ്. രത്നയും അതുപോലെ അവളുടെ കൂട്ടുകാരുടെ അവളുടെ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളെ കേട്ടു. വിത്ത് സിമ്പതി ആൻഡ് വിത്തൌട്ട് എനി ജഡ്ജ്മെന്റ്. സഹതാപത്തോടെയും എന്നാൽ യാതൊരു തരം കമന്റ്സും അല്ലെങ്കിൽ യാതൊരു വിധി പ്രഖ്യാപനവും നടത്താതെ രത്നയും സിംപ്ലി ഒരു ലിസണറായി, ഒരു കേൾവിക്കാരിയായി ഇരുന്നു. ഷീ ബിലീവ്ഡ് ദാറ്റ്, അവൾ വിശ്വസിച്ചിരുന്നു, ഗോഡ് ഹാസ് ഗിവൻ ഹർ 2 ears ടു ലിസൺ ടു അതേഴ്സ്. ദൈവം അവൾക്ക് 2 ചെവികളെ കൊടുത്തിട്ടുള്ളത് മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് എന്നാണ് രത്ന വിശ്വസിച്ചത്. ഇൻ ദ സ്റ്റോറി ഹൊറിഗല്ലു എന്ന കഥയിൽ രത്ന ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓൾവേസ് റിമൈൻഡ് ആസ് സൈലന്റ് ലിസണേഴ്സ്. ഹൊറിഗല്ലു എന്ന കഥയിൽ രത്നയും ഗ്രാൻഡ് ഫാദറും എപ്പോഴും നിശബ്ദ കേൾവിക്കാരായിരുന്നു. ആൻഡ് സൂത്തിങ് ഫ്രണ്ട്സ്, ആശ്വാസം നൽകുന്ന കൂട്ടുകാരുമായി അവർ അവിടെ ഇരുന്നു. അതാണ് ഹൊറിഗല്ലുവിന്റെ കഥ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ക്രൈം ആൻഡ് പണിഷ്മെന്റ്. ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന ആ തലക്കെട്ടിന്റെ അനുയോജ്യത നിങ്ങൾ പറയൂ. ബീങ് എ സിംഗിൾ ചൈൽഡ്, ഒരൊറ്റ കുട്ടിയായത് കാരണം, ഇൻ ദ ഫാമിലി, കുടുംബത്തിലെ ആകെയുള്ള ഒറ്റ കുട്ടിയായത് കാരണം, ആൻഡ് പാരന്റ്സ് ഹൂ ആർ ഓവർ കോൺഷ്യസ്, അതുപോലെ
കുട്ടിയെക്കുറിച്ചുള്ള കാര്യത്തിൽ ഓവർ കോൺഷ്യസ് ആയ രക്ഷിതാക്കളും ഉണ്ടായതിനാൽ, ഒറ്റ കുട്ടിയുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ഒരുപാട് ബോധവാന്മാരും ആയതിനാൽ, എന്തിലാ ബോധവാൻ? അബൌട്ട് ദ അപ്ബ്രിംഗിങ് ഓഫ് ദെയർ ചൈൽഡ്. അവരുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടു വരുന്നതിൽ ആ രക്ഷിതാക്കൾ ഒരുപാട് ബോധവാന്മാരാണ്. അവർക്കാണെങ്കിൽ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ ഹാവ് ഇറ്റ്സ് ഓൺ നെഗറ്റീവ് ഇമ്പാക്ട്സ്. അപ്പൊ അതിൻ്റെതായ നെഗറ്റീവായ വിപരീത ഫലങ്ങളും ഉണ്ടാവും. എ ലിറ്റിൽ ചൈൽഡ് ബിക്കംസ് നോട്ടി വെൻ ഹി possesses എ ലോട്ട് ഓഫ് എനർജി ആൻഡ് ഡിസയേഴ്സ് അറ്റൻഷൻ ഓഫ് ഹിസ് പാരന്റ്സ്. ഒരു ചെറിയ കുട്ടി, അവന്റെ കയ്യിൽ ഒരുപാട് എനർജി ഉണ്ട്, അതുപോലെ അവന്റെ രക്ഷിതാക്കളുടെ ശ്രദ്ധയും വേണം. ആ സമയത്താണ് ആ കുട്ടി എന്തായി മാറുന്നത്? വികൃതിയായി മാറുന്നത്. ഇൻ ദിസ് സ്റ്റോറി, ഈ കഥയിൽ ദ പാരന്റ്സ് ഓവർ പ്രൊട്ടക്ഷൻ, ഈ കഥയിൽ രക്ഷിതാക്കളുടെ എന്നുള്ളതിന് മേലെ അപ്പോസ്ട്രോഫി കൊടുക്കണം. ഓവർ പ്രൊട്ടക്ഷൻ, അമിതമായ ലാളന, ലെഡ് ടു ദ ഇൻഡിസിപ്ലിൻ ഓഫ് ദ ചൈൽഡ്, ആ കുട്ടിയുടെ അപമര്യാദകരമായ പെരുമാറ്റത്തിന് കാരണമായി തീർന്നത് രക്ഷിതാക്കളുടെ അമിതമായ സംരക്ഷണം അല്ലെങ്കിൽ ലാളനയാണ്. എ ചൈൽഡ് ഷുഡ് ബി കറക്റ്റഡ് വെൻ ഹി ഡസ് റോങ്. ഒരു കുട്ടി തെറ്റുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവനെ തിരുത്തേണ്ടതുണ്ട്. ആൻഡ് ഇഫ് ഹി റിപ്പീറ്റ്സ് ദ സെയിം ബിഹേവിയർ, വീണ്ടും അവൻ അതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിലോ, ഹി ഷുഡ് ബി ഗിവൺ മൈൽഡ് പണിഷ്മെന്റ്, ചെറിയ ശിക്ഷകൾ അവന് കൊടുക്കേണ്ടതുണ്ട്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു കെയർ ദാറ്റ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഓവർ പണിഷ്മെന്റ്, അമിതമായ ശിക്ഷിക്കലും, ലീഡ്സ് ടു ഇൻഡിഫറൻസ്. അത് എന്താണ്? ഓവർ പണിഷ്മെന്റും അതുപോലെ ഓവർ കെയറിങ്ങും ആ കുട്ടിയെ എന്ത് ചെയ്യും? സ്പോയിൽ ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ചസ് ഡസ് ദ നറേറ്റർ ഇൻ ദ പോയം റൈസ് നോട്ടീസ് ഇൻ ഹിസ് വില്ലേജ് ഓൺ ഹിസ് റിട്ടേൺ? തന്റെ മടങ്ങി വരവിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റൈസ് എന്ന കവിതയിലെ കവി കാണുന്നത്? അപ്പൊ കവി എന്താണ്? റിസർച്ചിന് പോയതാണ്. 4-5 വർഷം ബോംബെയിൽ താമസിച്ച് ഉമിയിൽ അദ്ദേഹം ടോയ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് ഒക്കെ നേടി നാട്ടിലെത്തി വയറ് നിറയെ അതിക്കിര റൈസ് കഴിക്കാനുള്ള ആവേശവുമായി മടങ്ങി വന്ന ഈ കവി ഒരുപാട് മാറ്റങ്ങളാണ് തന്റെ ഗ്രാമത്തിൽ കാണുന്നത്. There are many changes in his village. അവന്റെ ഗ്രാമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കവിക്ക് കാണാൻ കഴിഞ്ഞു. The palm thatched houses are gone. ഓലമേഞ്ഞ വീടുകളെല്ലാം മാറിയിരിക്കുന്നു. There are only rubber plants there. എവിടെ നോക്കിയാലും റബ്ബർ മരങ്ങളാണ്. There are no rice fields anymore. എവിടെയും പാടങ്ങൾ കാണാനില്ല. The father is speaking about. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. പക്ഷെ ഫാദർ എപ്പോഴും സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രോഫിറ്റ് ഓഫ് റബ്ബർ പ്ലാന്റേഷൻ, റബ്ബർ കൃഷിയുടെ ലാഭത്തെ കുറിച്ചാണ് അച്ഛൻ സംസാരിക്കുന്നത്. ദ പോയിറ്റ് വാസ് ഈഗർ. പോയിറ്റിന് അതീവ താല്പര്യമുണ്ടായിരുന്നു ടു ഈറ്റ് എ മീൽ ഓഫ് അതിക്കിര റൈസ്. അതിക്കിര അരിയുടെ ചോറ് കഴിക്കാൻ അത്രയും ആഗ്രഹത്തോടെയാണ് കവി വന്നിട്ടുള്ളത്. ബട്ട് എന്നാൽ there were no rice in the kitchen but only wheat. എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? കിച്ചണിൽ അരി തന്നെ ഇല്ല, പകരം കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന റേഷനായി ലഭിക്കുന്ന ഗോതമ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഇമാജിൻ യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് ആൻ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച്. യു ആർ ദ അനൗൺസർ ഓഫ് ദ മാച്ച്. നിങ്ങളുടെ സ്കൂള് ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണ് ആ മത്സരത്തിലെ അനൗൺസർ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ ദ അനൗൺസ്മെന്റ് യു വുഡ് മേക്ക് ഫോർ ദ ഈവന്റ്. അപ്പോൾ ആ ഈവന്റിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർമാറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പാരന്റ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, നൗ is the moment we all have waiting for. അപ്പോൾ അനൗൺസ്മെന്റിൽ ആദ്യം എല്ലാവരെയും അഭിസംബോധന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം.
ദ ഇന്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടും. ഹിയർ ദ ടു ടീംസ് ആർ റെഡി. രണ്ട് ടീമുകളും റെഡി ആയിട്ടുണ്ട്. ഇൻ ദിസ് കോർണർ ദ ടീം തണ്ടർ സ്റ്റോം. അപ്പൊ നമ്മുടെ ഭാവന പോലെ ഒരു ടീമിന്റെ പേര് എഴുതി കൊടുക്കുക. അതേപോലെ മറ്റേ കോർണറിലോ ഇൻ ദിസ് കോർണർ ദ ടീം ദ നൈറ്റ് മെയർ. അതാണ് ആ കോർണറിലെ ടീം. ടീംസ് ആർ റെഡി. രണ്ട് ടീമുകളും റെഡി ആയിട്ടുണ്ട്. ബോത്ത് ടീംസ് ഹാവ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ്. രണ്ട് ടീമുകൾക്കും ഏറ്റവും നല്ല കളിക്കാരാണ് ഉള്ളത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഫയർ സ്പാർക്കിംഗ് ഫുട്ബോൾ മാച്ച്. ഇത് തീ പാറുന്ന ഒരു ഫുട്ബോൾ മത്സരമായി മാറാൻ പോവുകയാണ്. മേ ദ ബെസ്റ്റ് ടീം വിൻ. ഏറ്റവും നല്ല ടീം വിജയിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇത് ഒരു അനൗൺസ്മെന്റിന്റെ രൂപം. ഇനി നിങ്ങളുടെ ഭാവന പോലെ ഇതിലും നന്നായി കൂട്ടിയിട്ടോ ഒക്കെ എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. യു ഗെറ്റ് an opportunity to interview Shaheen Mistry in the light of your reading of Didi. Prepare 4 relevant questions to interview her. അപ്പൊ നമുക്ക് ഷഹീൻ മിസ്ത്രി ആരായിരുന്നു? ആകാംക്ഷ ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്. അപ്പോ ഷഹീൻ മിസ്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാൻ നമുക്കൊരു ചാൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യാനുള്ള 4 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഷഹീൻ മിസ്ത്രി, ചിലപ്പോൾ ഇർഫാൻ ആലം, അല്ലെങ്കിൽ ക്രിസ്റ്റീൻ ലഗാർഡ്, ഇവരാരെയെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ നമ്മളോട് ചോദിക്കും. അപ്പൊ ആരെയായാലും ഉപയോഗപ്പെടുത്താൻ പറ്റിയ 4 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഐ കൺസിഡർ ഇറ്റ് മൈ പ്രിവിലേജ് ടു ഗെറ്റ് എ ചാൻസ് ടു സ്പീക്ക് ടു ആൻ എമിനന്റ് പേഴ്സണാലിറ്റി, ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ. ഇവിടെ മാത്രം നമ്മൾ മാറ്റിക്കൊടുക്കുക, മറ്റേതെങ്കിലും ആണെങ്കിൽ അത്. ഐ കൺസിഡർ, ഞാൻ കരുതുന്നത്, ഞാൻ പരിഗണിക്കുന്നത്, ഇറ്റ്, ഈ അവസരത്തെ, മൈ പ്രിവിലേജ്, എന്റെ അഭിമാനമായിട്ടാണ്, ടു ഗെറ്റ് എ ചാൻസ് ടു സ്പീക്ക്, കാരണം ഒരു അവസരം ലഭിക്കുകയാണ്. ആരോടാണ്? സംസാരിക്കുവാൻ എമിനന്റ് പേഴ്സണാലിറ്റി, പ്രശസ്ത വ്യക്തിത്വമായ നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിനെ ഞാൻ വലിയ അഭിമാനമായി കരുതുന്നു. ദ ഫൗണ്ടർ ഓഫ് ആകാംക്ഷ ഫൗണ്ടേഷൻ, ആകാംക്ഷ ഫൗണ്ടേഷന്റെ ഫൗണ്ടറുമായി, സ്ഥാപകയുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയ അഭിമാനമായി ഞാൻ കരുതുന്നു. ഇവിടെ ആകാംക്ഷ ഫൗണ്ടേഷൻ ഇർഫാൻ ആലം ആവുമ്പോ സമ്മാൻ ഫൗണ്ടേഷൻ ആക്കി കൊടുക്കുക, ക്രിസ്റ്റീൻ ലഗാർഡ് ആവുമ്പോ അവരുടെ പ്രത്യേകത ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതി കൊടുക്കുക. ആദ്യത്തെ ഫിനാൻസ് ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നല്ലോ G8 രാജ്യങ്ങളിലെ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ടേക്ക് സച്ച് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി? ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതിന്റെ ഉത്തരം, ഹെൽപ്പിംഗ് ദ കിഡ്സ് ഇൻ നീഡ് ഈസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്കറിയാലോ, ആകാംക്ഷ ഫൗണ്ടേഷനിൽ ദരിദ്രരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന കൊടുത്തിരുന്നത്. അപ്പോൾ ആവശ്യക്കാരായ കുട്ടികളെ സഹായിക്കുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഐ എം കോഷ്യസ്, ഞാൻ വളരെ ശ്രദ്ധാലുവാണ്. ദാറ്റ് ഐ ഡു ജസ്റ്റിസ് ടു എവറിത്തിങ് ദാറ്റ് ഐ ഡു, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീതിയോടെ ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധാലുവാണ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ. ഹു വാസ് യുവർ ഗ്രേറ്റർ സപ്പോർട്ട് ഇൻ യുവർ അച്ചീവ്മെന്റ്? നിങ്ങളുടെ നേട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാണ്? അതിന്റെ ഉത്തരം, ഐ എം ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ പാരന്റ്സ്. ഞാൻ എന്റെ രക്ഷിതാക്കളോട് വളരെ നന്ദി ഉള്ളവളാണ്. ഹൂ ഗേവ് മീ എഡ്യൂക്കേഷൻ, കാരണം അവരാണ് എനിക്ക് വിദ്യാഭ്യാസം നൽകിയത്. ആൻഡ് നർച്ചേർഡ്, എന്നിലുണ്ടാക്കി ദ സ്ട്രെങ്ത് ദാറ്റ് ഐ പോസസ് ടുഡേ, ഇന്ന് എനിക്ക് എന്ത് ശക്തി ഉണ്ടെങ്കിലും അതെനിക്ക് നൽകിയത് എന്റെ രക്ഷിതാക്കളാണ്. സി ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എനി ഡ്രീം പ്രോജക്ട് ടു ബി ഫുൾഫിൽഡ്? താങ്കൾക്ക് ഏതെങ്കിലും ഇനി നിറവേറ്റുവാൻ ഉള്ള വല്ല സ്വപ്ന പദ്ധതിയുമുണ്ടോ? ഐ ഡു ഹാവ് എ കപ്പിൾ ഓഫ്, അപ്പൊ അതിന്റെ ഉത്തരാണ് ഐ ഡു ഹാവ് എ കപ്പിൾ ഓഫ് ഡ്രീം പ്രോജക്ട്. എനിക്ക് ഒരു അല്പം പദ്ധതികളുണ്ട്, പക്ഷെ വിച്ച്, ഏതൊന്നാണോ? ഐ ഷാൽ പബ്ലിസൈസ് ഇൻ ഡ്യൂ ടൈം, അത് കറക്റ്റ് ടൈമിൽ ഞാൻ പുറത്തറിയിക്കും. അപ്പൊ കണ്ടില്ലേ, ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും സ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാം. ഡി ക്വസ്റ്റ്യൻ.
വാട്ട് മെസ്സേജ് കുഡ് യു കൺവേ ടു ദ സൊസൈറ്റി? സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അതിന്റെ ഉത്തരം വി ആർ ലിവിംഗ് ഇൻ എ വണ്ടർഫുൾ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് അവസരങ്ങളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നോ വാൾ ഷുഡ് സ്റ്റോപ്പ് യു ഇൻ യൂസിംഗ് എവരി ഓപ്പർച്യൂണിറ്റി. ഒരു മതിലുകളും നിങ്ങളെ ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നും തടയരുത്. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.